കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇവിടെ ഡോക്ടർ ഗോപകുമാർ അദ്ദേഹത്തിന്റെ ഒരു നിരീക്ഷണം മുന്നോട്ട് വെക്കുമ്പോൾ ഇത് രാജ്യത്തെ പിടിച്ചു കുലുക്കുന്ന ഒരു മൂവ്മെന്റായി മാറുമോ, അല്ലെങ്കിൽ വലിയ ചരിത്രം സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു മൂവ്മെന്റായി മാറുമോ എന്നുള്ള ഒരു സംശയം അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പോലും കുറച്ചു മുന്നത്തെ ഇന്ത്യ മുന്നണിയും ഇപ്പോഴത്തെ ഇന്ത്യ മുന്നണിയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അല്പം കൂടി ശക്തി ഇന്നത്തെ ഇന്ത്യ മുന്നണിക്ക് പ്രകടിപ്പിക്കാനായി കൂടുതൽ ഒരുമയോടെ യോജിപ്പോടെ ഇന്ന് ആ വേദിയിൽ എല്ലാ പാർട്ടികളുടെയും നേതാക്കൾ അണിനിരക്കുന്നത് കണ്ടു. ആ ഒരു ആംഗിളിൽ നോക്കിയാൽ ഇത് രൂപീകരിക്കപ്പെട്ട് അതിൽ നിന്ന് ഇതിന്റെ രൂപീകരണത്തിന് തന്നെ ചുക്കാൻ പിടിച്ച നിതീഷ് കുമാർ വിട്ടുപോയതിനു ശേഷം കൂടുതൽ കരുത്തോടെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ നിൽക്കാൻ കഴിയുന്നത് പ്രതീക്ഷ നൽകുന്നുണ്ടോ? അല്പം കൂടി നേരത്തെ ഈ കൺസോളിഡേഷൻ സംഭവിച്ചിരുന്നെങ്കിൽ കുറെ കൂടി പ്രതിപക്ഷ മുന്നണിക്ക് മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷെ ഇന്ന് ഡൽഹി രാംലീല മൈതാനത്ത് എല്ലാ കക്ഷികൾക്കും കക്ഷി നേതാക്കന്മാർക്ക് ഒരുമിച്ചിരിക്കുന്നതിനും ഏതാണ്ട് ഒരേ സ്വരത്തിൽ സംസാരിക്കുന്നതിനും കഴിഞ്ഞു എന്നുള്ളത് വലിയ നേട്ടമാണ്. 1977 ഡൽഹിയിലെ തന്നെ ബോട്ട് ക്ലബ്ബ് മൈതാനത്ത് ജയപ്രകാശ് നാരായൺ അഭിസംബോധന ചെയ്ത ആ മഹാറാലി ആണ് പെട്ടെന്ന് എന്റെ ഓർമ്മയിൽ വരുന്നത്. ഒരു വ്യത്യാസമുള്ളത്, അന്ന് JP എന്ന ഉന്നത ശീർഷരായ നേതാവുണ്ടായിരുന്നു, വിശ്വാസ്യതയും ജനപിന്തുണയുമുള്ള നേതാവുണ്ടായിരുന്നു. ഇന്ന് അത്തരത്തിലുള്ള ഒരു നേതാവിന്റെ അഭാവം ആ മുന്നണിയെ സംബന്ധിച്ച് വലിയ ബലഹീനതയായി ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു പുതിയ നറേറ്റീവ് ഡോക്ടർ ഗോപകുമാർ പറഞ്ഞതുപോലെ സൃഷ്ടിച്ചെടുക്കുന്നതിനുള്ള സമയമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ഇവിടെ ഇപ്പോൾ ഒരു കാര്യത്തിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക്, സാധാരണ വോട്ടർമാർക്ക് ഒരു ബോധ്യം വന്നിട്ടുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ അവർ ചെയ്യുന്ന വോട്ട് അത് ഈ രാഷ്ട്രത്തിന് വേണ്ടി, റിപ്പബ്ലിക്കിന് വേണ്ടി, ഭരണഘടനയ്ക്ക് വേണ്ടിയുള്ളതാണ് എന്ന ബോധ്യം ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഈ മുന്നണി പാർട്ടികൾ വിജയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലേക്ക് അനുഭവം എനിക്ക് നേരിട്ട് അറിയാം. അവിടെയൊക്കെ ഈ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഇവിടെ ചെയ്യാൻ പോകുന്ന വോട്ട് അത് നമ്മുടെ ജനാധിപത്യ മതനിരപേക്ഷ റിപ്പബ്ലിക്കിന് വേണ്ടിയുള്ള വോട്ടാണ്. ആ ഒരു രീതിയിലുള്ള പ്രചാരം ഇന്ത്യ ഒട്ടുക്ക് നടക്കുകയാണെങ്കിൽ ഏതാണ്ട് 1977 അനുസ്മരിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അങ്ങനെ നീങ്ങുകയും വേണം. അതിനപ്പുറത്തേക്കുള്ള സാധാരണയുള്ള ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ പറഞ്ഞു കേൾക്കുന്ന അല്ലെങ്കിൽ ഉയർത്തുന്ന വിഷയങ്ങൾ മുൻനിർത്തിയല്ല ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളൊരു പതിവായി ഉപയോഗിക്കുന്ന ഒരു വാക്ക് നിർണായകം എന്നുള്ളതാണ്. ഇതാണ് ശരിയായ അർത്ഥത്തിൽ നിർണായകമായ തെരഞ്ഞെടുപ്പ്. ആ ഒരു ചരിത്രപരമായ ബോധ്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ഈ മുന്നണിക്ക് സാധിക്കണം. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ജയപ്രകാശ് നാരായണനെ പോലെയുള്ള ഒരു നേതാവിന്റെ അഭാവം വലിയ പോരായ്മയായി ഈ മുന്നണിയെ അലട്ടുമെങ്കിൽ പോലും നിലവിലുള്ളവർ അവർക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് ഇന്ന് ചെയ്തതുപോലെ ഒരു ഒറ്റ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഒരേ സ്വരത്തിൽ സംസാരിക്കാൻ കഴിഞ്ഞാൽ രാജ്യം നേരിടുന്ന വിപത്ത് എന്ത് എന്നും ഈ വോട്ടിന്റെ പ്രാധാന്യം എന്ത് എന്നും ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയും. അതിന് സമയം അതിക്രമിച്ചു എന്ന് പറയാൻ കഴിയില്ല. ലഭ്യമായ സമയം മതിയായ സമയം തന്നെയാണ്. ശരി.